ഒരു ഇടവേളക്ക് ശേഷം ഇന്ത്യൻ ടീം വീണ്ടും കളത്തിലിറങ്ങാൻ പോവുകയാണ്. ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പര ജനുവരി 11 ആരംഭിക്കുകയാണ്. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിലാണ്, ബറോഡ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം, രോഹിത് ശർമ്മ അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഈ രണ്ട് താരങ്ങളുടെ ഓരോ തവണ അവർ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ആവേശവും ഇതുണ്ട്. ഈ ആവേശം ഇനി അത് അധികകാലം ഇന്ത്യ ജേഴ്സിയിൽ അവരെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വികാരവും കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ പരമ്പരയിൽ കളിക്കാതിരുന്ന ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും തിരിച്ചു വരുന്നു. സിറാജ് കുറച്ചായിട്ട് ഏകദിന ടീമുകളിൽ സിറാജ് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായൊരു ടീം തന്നെയായിട്ടാണ് ഇന്ത്യ ഈ ന്യൂസിലാൻഡിനെ നേരിടാൻ ഒരുങ്ങുന്നത്. മറുവശത്ത് ന്യൂസിലാൻഡ് പ്രമുഖ താരങ്ങളൊന്നുമില്ലാതെ ഒരു താരതമ്യേന പരിചയ സമ്പത്ത് കുറഞ്ഞ ഒരു യുവനിരയുമായിട്ടാണ് വരുന്നത് എന്നതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആദ്യം ഈ വഡോദരയിലെ ഈ മൈതാനം 2024 തുറന്ന ഒരു മൈതാനമാണ്. ഇവിടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നത് വനിതാ ക്രിക്കറ്റിൽ മാത്രമാണ്. ഇന്ത്യൻ വനിതാ ടീമും വെസ്റ്റ് ഇൻഡീസ് വനിതാ ടീമും തമ്മിൽ നടന്ന മത്സരങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 3 വനിതാ ഏകദിന മത്സരങ്ങൾ, പിന്നെ 6 വനിതാ പ്രീമിയർ ലീഗ്, വിമൻസ് പ്രീമിയർ ലീഗ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ അധികം കളിക്കാത്തൊരു ചരിത്രം ഇല്ല. ഇന്ത്യൻ ടീം ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നു. മാത്രമല്ല, നമ്മൾ വനിതാ ഏകദിന മത്സരങ്ങൾ നടത്തുമ്പോൾ 2 മത്സരങ്ങളിൽ 300-ലധികം റൺസ് സ്കോർ ചെയ്ത ഒരു മൈതാനം കൂടിയാണ്. അപ്പോൾ ഒരു റണ്ണൊഴുകുന്ന ഒരു മത്സരം തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളൊന്നും ഇല്ല എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ പരമ്പര നമുക്ക് കോഹ്ലിയും രോഹിത്തും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താണല്ലോ, ബാറ്റിങ്ങിലെ കരുത്ത് ഈ 2 സീനിയർ താരങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒപ്പം ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യറും തിരിച്ചെത്തുന്നു. ആദ്യത്തെ 4 സ്പോട്ടിലേക്ക് നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. പിന്നെ ഗില്ലും രോഹിത്തും കോഹ്ലിയും നമ്മുടെ ശ്രേയസ് അയ്യരും വരുമ്പോഴേക്കും നമുക്ക് ടോപ്പ് ഓർഡറിൽ ആദ്യം 3 താരങ്ങൾ, മധ്യനിരയിലേക്ക് വരുമ്പോൾ പിന്നെ KL രാഹുൽ വരുന്നു. അങ്ങനെ താരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ബാറ്റിങ്ങിൽ യാതൊരു ആശങ്കയില്ലാത്തൊരു സ്ക്വാഡിനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സ്ക്വാഡ് റണ്ണൊഴുകുന്ന പിച്ചിലേക്ക് ഇറങ്ങുന്നു പറയുമ്പോഴേക്ക് ഇപ്പം പറഞ്ഞ വനിതാ ക്രിക്കറ്റിൽ 300 മുകളിൽ റണ്ണ് പിറന്നു 2 മത്സരത്തിൽ എന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ബാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയമില്ല 300-ലധികം റണ്ണ് അത് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതാണ്. അതിൽ നമുക്കറിയേണ്ടത് ഇപ്പം ഈ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സെഞ്ചുറികളുടെ ഒരു ഇത് കാണുമ്പോൾ അവസാനമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് അതിലേക്ക് പോകുന്നത് സൈഫ് പറഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ ഒരു വികാരമുണ്ട് നമുക്കത്. അവരുടെ മത്സരങ്ങൾ ഇനി നമുക്ക് എല്ലാ കളിയും കാണണം, വിരാടിൻ്റെയും രോഹിത്തിൻ്റെയും ഒരു ചിന്ത മനസ്സിലുണ്ട്. കാരണം കഴിയാൻ പോകണം, നമുക്ക് ഇനി ലൈവ് അധികം കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു 100% അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അത് അവർ 100% തിരിച്ച് നൽകുന്നുണ്ട്. ആ 100% അവിടെയാണ് ഉപയോഗിക്കേണ്ടത്, തിരിച്ച് നൽകുന്നുണ്ട് അവർ. നമ്മൾ പ്രതീക്ഷക്കൊത്ത് ഇത് പറയുമ്പോഴേ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, കഴിഞ്ഞ ദിവസം മറ്റേ കോഹ്ലിയുടെ മത്സരം കാണാൻ വേണ്ടിയിട്ട് മരത്തിലൊക്കെ ആളുകൾ. അതെ ആഭ്യന്തര ക്രിക്കറ്റിൽ തീർച്ചയായും അത് രോഹിത്തിന് മത്സരം ഉണ്ടായ സ്ഥലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. വല്ലാത്ത ഒരു ആരാധകരുടെ പ്രവാഹം വരുന്നുണ്ട്. കാരണം നമുക്ക് മുന്നിലുണ്ട് ലോകകപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ലോകകപ്പ് കഴിഞ്ഞാൽ ഈ 2 താരങ്ങൾ കളിക്കില്ല അറിയാം. ഓസ്ട്രേലിയ കളിക്കാൻ പോയിട്ട് ലാസ്റ്റ് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ രോഹിത്തും പിന്നെ വിരാടും കൂടിയിട്ട് കൈയൊക്കെ വീശി ബൈയും പറഞ്ഞ് വരുന്നു. കമന്റേറ്റർമാർ വികാരഭരിതരാകുന്നെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇന്ത്യയിൽ ഇനി മത്സരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഓരോ മത്സരം നമുക്ക് തീരാൻ പോകാനുള്ള ഒരു വലിയൊരു കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞ സച്ചിൻ സവാങ്ങിൻ്റെയും പിന്നെ ദ്രാവിഡിൻ്റെയും ഗംഗുലിയുടെയും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ തലമുറയിൽ പെടുന്ന അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ ആ ഒരു ലെഗസി നിലനിർത്തിയ തലമുറയത്തെ 2 പ്രധാന താരങ്ങളാണ് അവസാനിക്കാൻ പോകുന്നത്. അതായത് കളി നിർത്താൻ വേണ്ടി പോകുന്നറിയാം. നമുക്ക് ഇനിയിപ്പം അതിൽ KL രാഹുലും മറ്റു താരങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന താരങ്ങളല്ല. അപ്പോൾ അവരുടെ മത്സരം അത് അതിന് പീക്ക് ഫോമിലാണ്, വെറുതെ വന്ന് പോകുന്നതല്ല. ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിൽ ആദ്യത്തെ 2 മത്സരത്തിൽ കോഹ്ലി പരാജയപ്പെട്ടപ്പോഴും കോഹ്ലി കൈവർത്തിപ്പോൾ അയ്യോ നിർത്തിയോ എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവർ ആ ഫോം വീണ്ടെടുത്ത് തിരിച്ചു വരുന്നു. ഇപ്പം ടീം മാനേജ്മെൻറ്റിന് നമ്മളെ ഈ 2 സ്പോട്ടുകൾ വേറെ നിങ്ങൾ ചിന്തിക്കേണ്ട, ലോകകപ്പ് വരെ ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പഴയകാല ചരിത്രത്തിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കുന്നില്ല, നിലവിലെ ഫോമിൻ്റെ പേരിലാണ് പൊരുത്തുന്നത് അവർ കാണിച്ചു തരുന്ന ടൈമാണ്. അപ്പം അവർ നന്നായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്ന് ആ ക്രിക്കറ്റ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഷോ, ഇപ്പം പറഞ്ഞാൽ വഡോദരയിൽ മത്സരം വരുമ്പം ഇന്ത്യൻ ആരാധകർക്ക് നേരിട്ട് കളി കാണാനുള്ള ഒരു അവസരം വീണ്ടും വരുവാണ് വിരാടിൻ്റെയും രോഹിത്തിൻ്റെയും. അതിനോടൊപ്പം തന്നെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും തിരിച്ചെത്തുന്നു. ശ്രേയസിൻ്റെ പരിക്കിൻ്റെ ഫിറ്റ്നസിൻ്റെ ചെറിയ സംശയം ബാക്കിയുണ്ടെങ്കിൽ തന്നെ ഇല്ല, ശ്രേയസ് കഴിഞ്ഞ ദിവസം ബാറ്റ് ചെയ്തു മുംബൈക്കെതിരെ 82 റൺസ് അല്ല ഞാൻ ഫിറ്റ്നസിന്റെ അത് ക്ലിയർ ചെയ്ത്. കാരണം വിജയസാര ട്രോഫി കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വെച്ചിട്ട് ശ്രേയസ് എന്തായാലും കളിക്കുന്നതാണ് ഉറപ്പാണ്. അപ്പോൾ ആശങ്കയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 4 നമ്പറിലേക്ക് ഈ താരങ്ങൾ അങ്ങ് വരുന്നു. പിന്നെ KL രാഹുൽ ഉൾപ്പെടെ പന്ത് കളിക്കോ ഇല്ലെന്ന് ഉറപ്പില്ല. എങ്ങനെയാണെങ്കിൽ കൂടി അതങ്ങനെ വരുമ്പോഴേക്ക് ഒരു 8 നമ്പർ മികച്ച സ്ക്വാഡ്, റൺ ഒഴുകാൻ പറ്റുന്ന പിച്ചിൽ റൺ മല കയറാൻ പറ്റുന്ന ഒരു ടീമായിട്ട് തന്നെ ഇന്ത്യ ഇറങ്ങുന്നത്.
തീർച്ചയായിട്ടും നമുക്ക് പ്ലേയിങ് 11 കൂടി ഒന്ന് നോക്കാം. രോഹിത് ശർമ്മ അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും തന്നെ ആയിരിക്കും ഓപ്പണർമാർ. വിരാട് കോഹ്ലി 1 ഡൗൺ ആയിട്ട് വരും. ശ്രേയസ് അയ്യർ 4ാമതായിട്ടും നമ്പർ കളിക്കും. 5ാമത്തെ പൊസിഷനിൽ KL രാഹുൽ. ഈ 5 പൊസിഷനിൽ ഒരു സംശയവും ഇല്ല, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ആ രീതിയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു 6ാമത് രവീന്ദ്ര ജഡേജ, 7ാമത് നിതീഷ് കുമാർ റെഡ്ഡി, 8 കുൽദീപ് യാദവ്, 9 മുഹമ്മദ് സിറാജ്, 10 ഹർഷ്ദീപ്, ഹർഷിത് റാണ. റെഡ്ഡി ആയിരിക്കും സുന്ദറായിരിക്കും സംശയം അതുണ്ട്. പക്ഷെ എന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് നമുക്ക് അത് മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടിനും സാധ്യതകളുണ്ട്. പക്ഷെ നിതീഷ് 8ാം നമ്പർ ബാറ്റ് ചെയ്യാൻ ആളുണ്ട് നമുക്ക്. അതെ, ആ രീതിയിൽ ഇപ്പൊ നിതീഷ് ആണെങ്കിലും റെഡ്ഡി ആണെങ്കിലും, നിതീഷ് ആണെങ്കിൽ പേസ് ബോളിംഗിൽ ഇന്ത്യക്ക് സ്പിന്നറാണ് കൂടുതൽ വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് സുന്ദർ കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഒരു നല്ല ഒരുപാട് ഓപ്ഷനുകൾ ഈ ടീമിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സിറാജ് തിരിച്ചു വന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകാൻ സാധ്യത ഉള്ളത് പ്രസീദ് കൃഷ്ണയാണ്. പ്രസീദ് കൃഷ്ണ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ളത് കുൽദീപ് യാദവിനെ പോലുള്ള ഒരു താരമാണ്. കുൽദീപ് യാദവിനെ പോലുള്ള ഒരു താരത്തിന്റെ ആ ഒരു പെർഫോമൻസും കൂടി ഈ മത്സരത്തിൽ വളരെയധികം നിർണായകമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ മത്സരത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ മത്സരത്തിലെ വിജയ സാധ്യത എന്ന് പറയുമ്പോൾ നമുക്കൊരു 80% ഒരു 70-80% ഇന്ത്യക്ക് വിജയ സാധ്യത നൽകാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ 90% കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ന്യൂസിലാൻഡിന്റെ ഈ ഒരു യുവനിരയുടെ കരുത്ത് നമ്മൾ അത്ര കണ്ടിട്ടില്ല. എങ്ങനെയാണ് അവരുടെ ഒരു പെർഫോമൻസ് എന്നുള്ളത്, പ്രത്യേകിച്ച് ബോളിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് പുതുമുഖം വരുന്നത്. അപ്പൊ ഈ പുതുമുഖങ്ങളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തന്നെയാണ്. ടോപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ ടോപ്പ് ഓർഡറും മധ്യനിരയും കൂടി വരും എന്നുള്ള ഒരു മധ്യനിര ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ്. പക്ഷെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഉള്ളത് ഇന്ത്യനെ സംബന്ധിച്ച് ഡെത്ത് ഓവറിലെ ബാറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് വാലറ്റം അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിന്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത്, വാലറ്റ് അല്ല ലോവർ മിഡിൽ ഓർഡറിന്റെ ഒരു പെർഫോമൻസ്, ജഡേജ അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി ആണെങ്കിൽ റെഡ്ഡി, സുന്ദർ ആണെങ്കിൽ സുന്ദർ, ഇപ്പൊ ഇവരുടെ ഒരു പെർഫോമൻസും കൂടി വളരെയധികം നിർണായകമാകും എന്നാണ് തോന്നുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് വരുന്നൊരു ആശങ്ക, ഈ റൺമല കയറുന്നത് നമ്മൾ പറയുമ്പോഴും സ്പിന്നിനെ തുണക്കുന്നത് നമ്മൾ പറയുമ്പോഴും എനിക്കൊരു ആശങ്ക തോന്നുന്നത് ഈ പറഞ്ഞ ന്യൂസിലാൻഡ് പുതുമുഖ ബോളർമാരാണ് വരുന്നത്, അല്ലെങ്കിൽ പുതിയ താരങ്ങളോട് കളിക്കുന്നത്. അപ്പം ഒരു പരിചയസമ്പത്ത് കൂടിയൊരു ഇന്ത്യൻ ബാറ്റിംഗ് നിരയും പരിചയസമ്പത്ത് തീരില്ലാത്തൊരു ബോളിംഗ് നിരയും വരുമ്പം എങ്ങനെ റീഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വജ്രായുധങ്ങൾ ഇപ്പം ന്യൂസിലാൻഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. T20 ലോകകപ്പ് കൂടി വരുവാണ് കണ്ടീഷൻ, അത് മറ്റൊരു ഘടകം, മറ്റൊരു ഫോർമാറ്റിൽ വരുന്നത്. എങ്കിൽ കൂടി 2 ഇത് വരുമ്പോഴേക്ക് വിരാടിൻ്റെയും രോഹിത്തിൻ്റെയും വീഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റിംഗ് നിര കൃത്യമായി റീഡ് ചെയ്യാൻ വരുന്ന ടീമാണ്. പിന്നെ ന്യൂസിലാൻഡിന് എല്ലാവരും ബാറ്റിംഗ് നിരയെ മൊത്തത്തിൽ അറിയാം, പക്ഷേ ബോളിംഗ് നമുക്ക് അവരെ തീരെ അറിയില്ല. അപ്പം ആ ഒരു നിര ഒരു പുതുമുഖ ടീമിനോട് കളിക്കുമ്പോഴൊരു പിന്നെ ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് കണ്ടറിയേണ്ടത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴായാലും ന്യൂസിലാൻഡിൻ്റെ കരുത്ത് നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ വേണ്ടി പറ്റില്ല. ഈ പിച്ചിൽ മറ്റൊരു ഘടകം എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് വിജയത്തിൻ്റെ സാധ്യത കൂടുതലെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ഇന്ത്യയുടെ ബോളർമാരിൽ പറഞ്ഞ പോലെ ഇന്ത്യ ബോളിംഗിൽ ആശങ്കയൊന്നുമില്ല. ആശങ്കയില്ലാന്ന് പറയുമ്പോൾ നമുക്ക് മുൻ പരമ്പരകളൊക്കെ അറിയാം. ഒന്നുകിൽ സിറാജ് തിരിച്ചെത്തി എന്നുള്ളതൊരു വലിയൊരു പോസിറ്റീവാണ് തീർച്ചയായും. അതെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ബോളിംഗിന്റെ നിരകൾ പറയുമ്പോൾ ചില മത്സരങ്ങളിൽ പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും, ചില മത്സരങ്ങളിൽ അമ്പേ പരാജയപ്പെടും. അങ്ങനെ നമ്മൾ ബോളിംഗ് നിര ഉണ്ടാവുന്ന മത്സരങ്ങളിൽ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ബാറ്റ് ചെയ്താൽ ന്യൂസിലാൻഡാണ് ടോസ് നിർണായകമാവും തോന്നുന്നുണ്ട്. ന്യൂസിലാൻഡാണ് ബാറ്റ് ലഭിക്കുന്നെങ്കിൽ അവിടെയും റൺമല കയറ്റാൻ പറ്റുന്ന താരങ്ങളുണ്ട്, അതിൽ സംശയം അല്ല. ഇതിനകത്ത് വേറൊരു ഘടകം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ അന്ന് ഇന്ത്യ 2 മത്സരങ്ങളിൽ 300-ലധികം സ്കോർ ചെയ്തിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയിച്ചു, അത് വനിതാ ടീം. വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. രണ്ടാമത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് വനിതാ പ്രീമിയർ ലീഗിൽ WPL നടന്ന മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും ചേസ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത്. അത് ഡ്യൂ ഫാക്ടറും കൂടി വളരെ പ്രധാനമാകും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഞാൻ റൺമല എന്ന് പറയുമ്പോൾ 2 ടീമിന് ഇപ്പൊ ആദ്യം ആരാധകരെ സംബന്ധിച്ച് നല്ല സന്തോഷം കിട്ടുന്ന മത്സരമായിരിക്കും. കാരണം 2 ടീമും കട്ടക്ക് ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ കട്ടെന്ന് പറയാൻ ന്യൂസിലാൻഡിന് പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ന്യൂസിലാൻഡിന്റെ പല താരങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കളിക്കുന്ന അതായത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ന്യൂസിലാൻഡ് താരങ്ങളുടെ കുറച്ച് താരങ്ങൾ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുള്ളൂ. ഇപ്പൊ നിലവിൽ മുമ്പ് ഇന്ത്യയിൽ കളിച്ച താരങ്ങളുള്ളൂ. എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 100-ന് മുകളിലാണ് വരുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരു താരത്തിന്റെ
മാത്രമാണ് 100ന്റെ താഴെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ ഏകദിനത്തിൽ ആണെങ്കിൽ പോലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് അടിച്ചു തകർക്കാനുള്ള താരങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറുവശത്ത് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ബാറ്റിംഗ് ആണ്. ബോളിംഗ് ഈ പറയുന്ന പോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പരമ്പരയിൽ പോലും നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറകിലേക്ക് അതെ ഈ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ ബോളിംഗ് മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് ന്യൂ ബോളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എത്രത്തോളം മികച്ചതാണ് എന്ന കാര്യം വളരെയധികം നിർണായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിന് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ബോളിംഗിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും നോക്കുമ്പോൾ. പക്ഷേ എനിക്ക് ബോളിംഗിൽ ഇപ്പോൾ സിറാജ് ഇപ്പോൾ സൈഫ് നേരത്തെ പറഞ്ഞാൽ തന്നെ സിറാജ് വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. ഈ പറഞ്ഞാൽ അതിൽ അർഷ്ദീപിനോ അല്ലെങ്കിൽ മറ്റു താരങ്ങളെയോ പ്രസിദ്ധനോ വിശ്വാസം ഇല്ലായിട്ടല്ല, എങ്കിൽ കൂടി സിറാജിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി വരുമ്പോൾ സിറാജ് സമീപകാലത്ത് കളിച്ചാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നത്. പിന്നെ സിറാജ് ഒരു ഇടവളക്കേഷാണ് ഇപ്പോൾ നമ്മൾ ഏകദിനത്തിലേക്ക് വരുന്നു പറഞ്ഞല്ലോ. സിറാജും വിരാട് ഭായിയും കൂടെ വീണ്ടും ഒരുമിച്ച് ഒരു അഗ്രഷനിലെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, എങ്കിൽ കൂടി നമ്മൾ ഇപ്പോഴും നമ്മൾ കാണുന്ന റീലുകളൊക്കെ കാണുന്ന വിരാട് ഭായിയും സിറാജിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ കോംബോ ഏത് രീതിയിൽ പറയാൻ പറ്റുന്നില്ല, പക്ഷേ ആ ഒരു ബോണ്ടിങ് അങ്ങനെ പറയാം, അത് വീണ്ടും ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന ആ ഒരു അങ്ങനത്തെ ചില മൊമെന്റ്സ് കൂടി നമുക്ക് ഇനി അവസാനിക്കാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാതെ അവസാനിക്കാൻ പോകുന്ന ചില മുഹൂർത്തങ്ങളാണ്. അധികം കാണാൻ വേണ്ടി അവസാനിക്കാൻ പറ്റില്ല. അതെ, അങ്ങനത്തെ ചില ഇതുകളുണ്ട്. അപ്പോൾ സിറാജിന്റെ ബോളിംഗ്, സിറാജിന്റെ അഗ്രഷൻ വരുന്ന സമയത്ത് പിന്നെ അവിടുന്ന് മിഡോട്ടിലായാലും എവിടെയായാലും ഓടി വരുന്നൊരു കോഹ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിറാജ് വിക്കറ്റ് എടുക്കുമ്പോൾ ഓടി വരുന്ന കോഹ്ലി, ആ ഒരു സീൻ നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എങ്കിൽ കൂടി ആ വരുന്ന ഇതുണ്ട്, ആ ഒരു ക്യാപ്റ്റൻ, ഒരു മുൻ ക്യാപ്റ്റൻ താരങ്ങൾക്ക് നൽകുന്ന പിന്തുണ, സിറാജിനൊക്കെ ലഭിച്ച പിന്തുണ നമുക്കറിയാലോ. അപ്പം ആ സിറാജിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് അർപ്പ് വിളിക്കുന്ന ഒരു കോഹ്ലിനും കൂടെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ആ സീൻ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് വീണ്ടും കാണാൻ പറ്റും. അങ്ങനത്തെ ചില മൊമെന്റ്സ് കൂടി ഈ ഒരു പരമ്പര നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആദ്യ മത്സരത്തെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യ വളരെ ശക്തമായ ഒരു ടീമിനായിട്ട് ആണ് ഒരു വശത്ത് കളിക്കുന്നത്. മറുവശത്ത് അധികം പരിചയസമ്പത്തില്ലാത്ത ചില പുതുമുഖങ്ങൾ, പ്രത്യേകിച്ച് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ന്യൂസിലാൻഡ് ഒരു കെയിൽ ജാമീസന് മാത്രമാണ് കുറച്ച് നമ്മൾ കണ്ടു പരിചയമുള്ള താരം. ബാക്കിയുള്ള താരങ്ങളെല്ലാവരും ആ ഒരു അർത്ഥത്തിൽ പുതുമുഖങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിന് നമുക്ക് അങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് നല്ല ബാറ്റിംഗ് കണ്ടീഷനിൽ നല്ല രീതിയിൽ റൺസ് ഉയർത്താൻ കഴിയുന്ന ഒരുപാട് താരങ്ങൾ ന്യൂസിലാൻഡിലുണ്ട്. ഈ മൈതാനത്ത് ഇതിനു മുമ്പ് വനിതാ ഏകദിന മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ റണ്ണ് ഒഴുകിയിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ്. റണ്ണ് ഒഴുകുക മീൻസ് ഇന്ത്യ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ്. അപ്പം നല്ലൊരു സ്കോർ വരുന്നൊരു മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ഇന്നിങ്സിൽ അതുപോലെ തന്നെ ടോസ് ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ നിർണായകമാകും. എന്തായാലും രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, വെടിക്കെട്ട് പ്രകടനം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും.